നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചും അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ചില പ്രായോഗിക പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ മീഡിയയിലെല്ലാം കുറച്ച് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ആശങ്ക ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളിങ്ങനെ വാർത്തകളിൽ വരുന്നു. ആ ആശങ്ക ഉണ്ടാകുന്ന തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഇന്ന് പത്രങ്ങളെ നിങ്ങളെ കാണാൻ തീരുമാനിച്ചത്. നിങ്ങളെ കാണുന്നത് വഴി ഈ കാര്യം സ്റ്റേറ്റിലേക്കെല്ലാം എത്തേണ്ടതുമാണല്ലോ. അപ്പോൾ ഈ ശമ്പളം, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ 1-ാം തീയതി എല്ലാവർക്കും കിട്ടിയില്ല, ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാർത്ത വന്നു. അപ്പോൾ അത് ആ കാര്യം സംബന്ധിച്ച് 2-ാം തീയതി കണ്ണൂർ വെച്ച് ഞാൻ തന്നെ പത്രങ്ങളോട് നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, ശമ്പളവും പെൻഷനും മുടങ്ങുന്ന പ്രശ്നമില്ല. സാമ്പത്തികമായി കേന്ദ്രം വലിയ തോതിലാണ് നമുക്ക് തരേണ്ടത് മുടക്കിയേക്കുന്നത്. നമ്മുടെ വരുമാനമൊക്കെ വെട്ടിക്കുറച്ചു. തരേണ്ടതിൻ്റെ നല്ലൊരു ഭാഗം 3-1 കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി വിഹിതവും സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങൾ വരുന്നില്ല. ആ വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ശമ്പളവും പെൻഷനും ഒന്നും മുടങ്ങാനുള്ള ഒരവസ്ഥയുണ്ടാക്കില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം പെൻഷൻ്റെ കുറേ മിക്കവാറും ആളുകൾക്ക് കിട്ടി. പിന്നെ അക്കൗണ്ട് വഴിയും ഒക്കെയുള്ള പെൻഷൻ്റെ ട്രഷറി അക്കൗണ്ടിൻ്റെയൊക്കെ ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഇന്നു മുതൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നമ്മുടെ ട്രഷറിയിൽ നിന്ന് പോകേണ്ട പണം അടുത്ത ദിവസങ്ങളിൽ പോവും. സാധാരണഗതി ഇത് സെറ്റ് ചെയ്യുന്നത് മാസം 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി അങ്ങനെയാണ്. അപ്പോൾ ആ തരത്തിൽ പണം ഒരുമിച്ച് ഒറ്റയടിക്ക് എടുക്കുന്നതിന് ടെക്നിക്കൽ പ്രശ്നങ്ങൾ, കഴിഞ്ഞ ദിവസം സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടുത്ത 2-3 ദിവസമായിട്ടായിരിക്കും ഇത് പോവുക. കാരണം 1, 2, 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നു മുതൽ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടൊക്കെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ബില്ലും എല്ലാം ആയിട്ടുണ്ട്. അതിന് പോകുന്ന സമീപനം ഉണ്ടാവും. ആ പ്രശ്നം ഈ 2-3 ദിവസം കൊണ്ട് അത് പോയി തീരും എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കിയിട്ടുണ്ട്. ട്രഷറി വഴി ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒരുമിച്ച് ബൾക്കായിട്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഹൈവേ ഇതിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഒരു ലിമിറ്റ് ചെയ്തിട്ട് ചില പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ലിമിറ്റ്, ഒരു 50,000-ൻ്റെയൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഒരു ദിവസം വിഡ്രോ ചെയ്യുന്നതിൻ്റെ തരത്തിലേക്ക് ഒരു ലിമിറ്റ് വരും. അല്ലെങ്കിൽ ഒരുമിച്ച് ഈ വിഡ്രോ ബാങ്കുകളിലൊക്കെ ഉണ്ടല്ലോ അത്. അപ്പോൾ ഒരുമിച്ച് ഇത് വരുമ്പോൾ അതനുസരിച്ച് എടുക്കാൻ പറ്റുന്ന സ്ഥിതി തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതാണ് ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ജീവനക്കാരെ സംബന്ധിച്ച്, പെൻഷനേഴ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പാക്കുമ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ സംസ്ഥാനത്തെ UDFൻ്റെ അനുകൂല സംഘടനകൾ അവർ ഇന്നലെ തന്നെ മിനിഞ്ഞാന്ന് തന്നെ ഒരവസരം കിട്ടി എന്ന നിലയിൽ സമരം പ്രഖ്യാപിച്ചു. നിരാഹാരമുണ്ട് എന്നൊക്കെ പറയുന്നു. ഇപ്പം നിരാഹാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. NGO സംഘ് BJPയുടെ സംഘടനയാണ്. അവർ പറഞ്ഞു അങ്ങേറ്റം തെറ്റായ കാര്യമാണ് ഇവിടെ നടത്തുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. അതിനകത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പാർലമെൻറ്റ് ഇലക്ഷന് മത്സരിക്കാനായിട്ട് വരുമ്പോൾ മത്സരിക്കാൻ പാടുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കേണ്ടതാണ്. കാരണം ഈ കേരളത്തിന് തരാനുള്ള പണം മുഴുവൻ തടഞ്ഞു വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ ന്യായം പറയുകയാണെന്ന് BJP. കാരണം ഞാനിത് വെറുതെ പറയുന്നതല്ല. നമുക്ക് കിട്ടാനുള്ള 57,400 കോടി രൂപയുടെ കണക്ക് പാർലമെൻറ്റ് അസംബ്ലി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി കൊടുത്ത കേസിൽ കഴിഞ്ഞ ട്രഷറി ഉൾപ്പെടെയുള്ള പബ്ലിക് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് 1,07,000 കോടി രൂപ കഴിഞ്ഞ് ട്രഷറി അക്കൗണ്ടിൽ വന്ന അഡ്ജസ്റ്റ്മെൻറ്റ് വഴി മാത്രം സംസ്ഥാനത്തിന് വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കണക്കുകൾ ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്നതാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതൊന്നും കൊടുക്കാനില്ലെന്ന് ഞങ്ങൾ അസംബ്ലി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്നതാണ്. അവിടെ ഞങ്ങൾ സുപ്രീം കോടതി പോലെ ഏറ്റവും പവിത്രവും ഏറ്റവും ഉയർന്നതുമായൊരു ബോഡിയിൽ കേസ് കൊടുത്ത് ആ കേസ് ഉൾപ്പെടെ ബാധിക്കാനായിട്ടുള്ള സമീപനം എടുത്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. അതിനകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അത് ചർച്ച ചെയ്തില്ല. വീണ്ടും സുപ്രീം കോടതിയിലേക്ക് കേസ് നിൽക്കുകയാണ്. 6-7 ആ കേസ് വരും. ആ കേസ് വരുമ്പോൾ ഏറ്റവും ന്യായമായ പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കപ്പെടും. ഞങ്ങൾ കൊടുത്ത കേസ് കിഫ്ബിയും കേരളത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട കമ്പനി, ഈ 2 സ്ഥാപനങ്ങൾ എടുത്തേക്കുന്ന ലോൺ ഭരണഘടനാപരമായിട്ട് നമുക്ക് ലോൺ എടുക്കാനുള്ള പ്രൊവിഷൻ അനുസരിച്ച് എടുത്തതാണ്. അത് സംസ്ഥാനത്തിൻ്റെ ബോറോയിങ് വരരുത് എന്നുള്ളതാണ് ഒരു കാര്യം.